2025 മാരാമൺ കൺവെൻഷനും പ്രതിപക്ഷ നേതാവും. ചരിത്രപ്രസിദ്ധമായ മാരാമൺ മഹായോഗത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന യുവവേദിയിൽ നിന്നും കേരള സംസ്ഥാന പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി എന്ന തരത്തിലുള്ള ചർച്ചകൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്ന സമയമാണല്ലോ ഇത്. പരസ്പര കുറ്റപ്പെടുത്തലുകളും ചെളി വാരി എറിയലുകളും യഥേഷ്ടം സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം സംബന്ധിച്ച് പല പ്രതികരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവ് യുവവേദിയിൽ പ്രസംഗകനല്ല എന്ന സംജാതമായ അവസ്ഥ സംബന്ധിച്ച് മുൻ സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗം, യുവജനസഖ്യം മാനേജിംഗ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നതും നിലവിൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൗൺസിൽ അംഗവുമായ ചണ്ണപ്പേട്ട ശ്രീ ഷിജു അലക്സ് നടത്തിയ പ്രതികരണം വസ്തുതകളെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ക്രിയാത്മകമായി അവലോകനം ചെയ്യുന്ന ഒന്നാണ് എന്ന് തോന്നിയതിനാൽ സമൂഹമാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് വൈറലായിരിക്കുന്നു. ശ്രീ ഷിജു അലക്സിൻ്റെ പോസ്റ്റ് ഇപ്രകാരമാണ്: മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ മേലുള്ള സഭ്രകൻ്റെ ഭരണവും യുവജനസഖ്യം ഭാരവാഹികളുടെ അവിവേകവും പ്രതിപക്ഷ നേതാവിന് അവഹേളനമായി മാറിയോ? മാരാമൺ കൺവെൻഷനിലെ യുവവേദി യോഗങ്ങൾ 1970കളുടെ അവസാന ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ്. ഓരോ കാലത്തും രാജ്യവും ക്രൈസ്തവ സഭകളും നേരിടുന്ന ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ യുവവേദി സമ്മേളനങ്ങളുടെ പ്രഭാഷണങ്ങളുടെ ഭാഗമാണ്. വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും പുറമെ അടുത്ത കാലത്തായി രാഷ്ട്രീയ നേതാക്കളായ ഡോക്ടർ ശശി തരൂർ, ഡോക്ടർ സുനിൽ പി ഇളയിടം, അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, ശ്രീ സി പി ജോൺ, ഡോക്ടർ ജിനു സക്രിയ ഉമ്മൻ തുടങ്ങിയ സഭാംഗങ്ങളും അല്ലാത്തവരുമായ വ്യക്തിത്വങ്ങൾ യുവവേദിയിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് മാർത്തോമാ സഭയുടെ മിഷണറി പ്രസ്ഥാനമായ സുവിശേഷ പ്രസംഗ സംഘമാണ്. ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ മിഷണറി പ്രസ്ഥാനമാണ് ഈ സംഘം. ലോകപ്രസിദ്ധമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷൻ. മാരാമൺ കൺവെൻഷനിലെ പ്രസംഗകർ ആരെല്ലാമാണെന്ന് മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ അംഗീകാരത്തോടെ ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡ് തീരുമാനം സംഘം പ്രസിഡന്റ് മുഖാന്തരം സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് പതിവ്. യുവവേദി സമ്മേളനങ്ങളുടെ പ്രഭാഷകരുടെ പാനൽ തയ്യാറാക്കി സംഘം പ്രസിഡന്റിനും മെത്രാപ്പൊലീത്തയ്ക്കും സമർപ്പിക്കുന്നത് മാർത്തോമാ യുവജനസഖ്യം മാനേജിംഗ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. സഖ്യത്തിൻ്റെ നവതിയുടെ സമാപനം എന്നുള്ള നിലയ്ക്കാണ് ഇക്കൊല്ലത്തെ യുവവേദി ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ലോകസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എന്നിവരിൽ ഒരാളെ ഫെബ്രുവരി 16, 2025 ശനിയാഴ്ച മാരാമണിൽ എത്തിക്കാനാണ് നീക്കം നടത്തിയത്. മാർത്തോമാ യുവജനസഖ്യം പ്രസിഡന്റ് ജോസഫ് മാർ ബർന്നബാസ് സബ്രഗൻ മെത്രാപ്പോലീത്തയുടെ നേതൃത്വത്തിലാണ് ഈ ശ്രമങ്ങളെല്ലാം നടന്നു വന്നത്. എന്നാൽ മെത്രാപ്പോലീത്തയെ മറികടക്കാനുള്ള സബ്രഗൻ മെത്രാപ്പോലീത്തയുടെ നീക്കം അവസാനം പ്രതിപക്ഷ നേതാവിന് സംഭവിച്ച അവഹേളനത്തിൽ കൊണ്ടെത്തിച്ചു. 2023 ഡോക്ടർ ശശി തരൂരിനെ പ്രഭാഷകരുടെ പാനലിലേക്ക് മുൻഗണന നൽകി യുവജനസഖ്യം മാനേജിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മെത്രാപ്പൊലീത്തായ്ക്ക് സമർപ്പിച്ചത്. എന്നാൽ ഡോക്ടർ ശശി തരൂരിൻ്റെ പേര് പുലാത്തീനിൽ മെത്രാപ്പൊലീത്തയുടെ അംഗീകാരത്തിനായി വരുന്നതിന് മുൻപേ ചാനലുകളിലും പത്രങ്ങളിലും ഡോക്ടർ ശശി തരൂർ മാരാമണിലെ പ്രഭാഷകനായി വാർത്തയിൽ നിറഞ്ഞു. മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെയും എപ്പിസ്കോപ്പൽ സിനഡിൻ്റെയും അംഗീകാരത്തിനായി കാത്തിരിക്കാതെ ഡോക്ടർ ശശി തരൂർ പത്രമാധ്യമങ്ങളിലൂടെ മാരാമൺ കൺവെൻഷനിലെ യുവവേദി പ്രസംഗകനായി മാറി. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി ആയിരുന്ന റവറൻ ജിജി മാത്യു സച്ചനാണ്
തീരുമാനം ആവുന്നതിന് മുൻപ് ചോർന്ന ആ വിവാദ തീരുമാനത്തിന് പുലാത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കുന്നതിനായി അവസാനം ഇടപെട്ടത്. ഡോക്ടർ ശശി തരൂർ മാരാമണിൽ എത്തുന്നു എന്നുള്ള പ്രചരണം മാരാമണിലും കോഴഞ്ചേരിയിലും സഭയാകെയും പിന്നീട് കൊഴുപ്പിച്ചു. ഇതിൻ്റെ പിന്നിൽ യുവജന സഖ്യത്തിലെ യൂത്ത് കോൺഗ്രസ് അനുഭാവികൾ ആയിരുന്നു. ഡോക്ടർ ശശി തരൂർ പ്രസംഗകനായി എത്തിയ ആ ശനിയാഴ്ച ബൈക്ക് റാലികളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് അന്ന് നടത്തിയത്. പക്ഷേ അന്ന് കറുത്ത ശനിയാഴ്ചയായി മാറി. ഇതെല്ലാം നമ്മുടെ അവിവേകം കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും സംഭവിച്ചിട്ടുള്ളതാണ്. 2025 വീണ്ടും പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ്റെ പേര് വലിച്ചിഴച്ചുകൊണ്ട് മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ പുലാത്തിൻ ഭരിക്കുന്നത് ഞങ്ങളാണ് എന്ന നിലയിലേക്ക് 2023 വീണ്ടും ആവർത്തിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത യുവന സഖ്യം ജനറൽ സെക്രട്ടറി നൽകിയ ലിസ്റ്റിലെ ആ പേര് ഒഴിവാക്കി. യുവേദി 2025 കമ്മിറ്റി കൂടിയത് ജനുവരി ആദ്യവാരം. പ്രസംഗകരുടെ പാനൽ ലിസ്റ്റ് മെത്രാപ്പോലീത്തയ്ക്ക് അംഗീകാരത്തിനായി സമർപ്പിച്ചത് അതിനുശേഷവും. എന്നാൽ യുവേദിയിലേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുള്ളതായി മാധ്യമ വാർത്ത വന്നത് നവംബർ ഡിസംബർ മാസങ്ങളുടെ അവസാന ഭാഗം. യുവേദിക്ക് 2 കൺവീനർമാരാണ് ഉള്ളത്. ഒന്ന് സഖ്യം ജനറൽ സെക്രട്ടറിയും മറ്റൊന്ന് സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗവും. സംഘത്തിലെയും സഖ്യത്തിലെയും മാനേജിംഗ് കമ്മിറ്റിയുടെ ചുമതലക്കാരും ചില അംഗങ്ങളുമാണ് യുവേദിയിലെ കമ്മിറ്റിക്കാർ. യുവേദി കമ്മിറ്റി ചേർന്ന് ലിസ്റ്റ് മെത്രാപ്പോലീത്തയ്ക്ക് അയക്കുന്നതിന് മുൻപ് ഡിസംബറിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതായുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. രമേശ് ചെന്നിത്തല പെരുന്നയിൽ, വി.ഡി. സതീശൻ മാരാമണിൽ, കെ.സി. വേണുഗോപാൽ കണിച്ചുകുളങ്ങരയിൽ എന്നെല്ലാം പറഞ്ഞ് മാരാമണിനെ എന്തിനാണ് കോൺഗ്രസ്സിലെ ആഭ്യന്തര തർക്കത്തിൻ്റെ വേദിയാക്കുന്നത്? അവസാനം സംഘം ജനറൽ സെക്രട്ടറി റവറൻഡ് എബി കെ ജോഷുവ പത്തനംതിട്ടയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തെ പോലെ സഭയിലെ യുവജന സഖ്യം സംഘടനയുടെ ജനറൽ സെക്രട്ടറി റവറൻഡ് ബിനോയ് ഡാനിയലാണ് ശ്രീ വി.ഡി. സതീശൻ്റെ പേരുള്ള ലിസ്റ്റ് മെത്രാപ്പോലീത്തയ്ക്ക് സമർപ്പിച്ചത്. എന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സഭ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചത് ശരിയായില്ല. സംഘം ജനറൽ സെക്രട്ടറി അച്ഛൻ യുവന സഖ്യം ജനറൽ സെക്രട്ടറിയെ തള്ളിയെങ്കിലും മെത്രാപ്പോലീത്തയെ അവഹേളിച്ചില്ല. അതിനുള്ള കാരണം ചുവപ്പ് ബെൽറ്റ് ആണ് ഉദ്ദേശമെന്നാണ് പുറമേയുള്ള സംസാരം. അങ്ങനെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനെ മാരാമൺ കൺവെൻഷൻ യുവേദിയിലെ പ്രസംഗകനായി ഉൾപ്പെടുത്തിയതും ഒഴിവാക്കിയതും മാധ്യമങ്ങളിലൂടെ വിവാദ വാർത്തയായി മാറിയിരിക്കുകയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കൾ മാരാമൺ കൺവെൻഷനിൽ വന്ന് യുവാക്കളോട് സംവദിക്കുന്നതിനെ അനുകൂലിക്കുന്ന ആളാണ് ലേഖകൻ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ യുവേദിയിൽ പ്രസംഗകനായി എത്തുന്നതിനെ സഭയിൽ രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ പേരിൽ പോലും ആരും എതിർത്തിട്ടില്ല. സഭയിലെ യുവജന സഖ്യത്തിലെ ചില യൂത്ത് കോൺഗ്രസ് അനുഭാവികളുടെയും അവരുടെ നേതാക്കളുടെയും മാരാമൺ കൺവെൻഷൻ്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമത്തിനാണ് ശ്രീ വി.ഡി. സതീശനെ പ്രസംഗകരുടെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിലൂടെ മാർത്തോമാ മെത്രാപ്പോലീത്ത അവസാനം കുറിച്ചത്. അങ്ങനെ യുവജന സഖ്യം ഭാരവാഹികളുടെ അവിവേകം ചിലർക്കെല്ലാം അവഹേളനമായി മാറിയോ? വായനക്കാർ ചിന്തിക്കുക. ഷിജു അലക്സ്, ചണ്ണപ്പേട്ട.